നഴ്സിംഗ് സംഘടന കാര്യമായി ശ്രദ്ധയൂന്നുന്നത് വോട്ട് ചെയ്യാൻ മടിക്കുന്ന മധ്യവർഗത്തെയാണ്. അതുകൊണ്ടുതന്നെ ഫ്ളാറ്റുകൾ കയറിയിറങ്ങിയാണ് നഴ്സുമാരുടെ വോട്ടഭ്യർത്ഥന. യുണൈറ്റഡ് നഴ്സസ് അസോസിയേഷനു വേണ്ടി മത്സരിക്കുന്ന ജാസ്മിൻ ഷാ നഴ്സിംഗ് കുടുംബങ്ങളിലെ വോട്ടുകൾ നേടുമെന്ന് ഏതാണ്ട് ഉറപ്പിച്ചു കഴിഞ്ഞു. മണ്ഡലത്തിലെ ഇത്തവണത്തെ ശ്രദ്ധേയ സാന്നിധ്യമാണ് ആം ആദ്മി പാർട്ടി. സാഹിത്യകാരി സാറ ജോസഫ് മണ്ഡലത്തിലെ എല്ലാ മേഖലകളിലും പഴുതടച്ച പ്രചാരണമാണ് നടത്തുന്നത്. ഇടതുപക്ഷ സഹയാത്രികയായിരുന്ന സാറ ജോസഫിന് ലഭിക്കുന്ന വോട്ടുകൾ കാര്യമായി ക്ഷീണം ചെയ്യുക ഇടതുമുന്നണിക്കായിരിക്കും. ചൂലെടുത്ത് വോട്ടഭ്യർത്ഥിച്ചു നടക്കുന്ന ആം ആദ്മി പ്രവർത്തകരും ടീച്ചറും ഏവരുടെയും ശ്രദ്ധാകേന്ദ്രമാവുകയാണ്. മികച്ച പ്രതികരണമാണ് വോട്ടർമാരിൽ നിന്നുള്ളതെന്ന് ടീച്ചർ പറയുന്നു. വളരെ നല്ല ഒരു അനുഭവമാണ്. കാരണം വീടുകളിലേക്ക് നമ്മൾ കയറി ചെല്ലുമ്പോൾ നല്ല പോസിറ്റീവായിട്ടാണ് അനുഭവപ്പെടുന്നത്. കാരണം എന്താ വെച്ചാൽ ഒരു മാറ്റം ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അത് വളരെ വ്യക്തമാണ്. മണ്ഡലത്തിലെ കഴിഞ്ഞ തവണത്തെ ഭൂരിപക്ഷം 25,000 വോട്ടായിരുന്നു. മണ്ഡലത്തിലെ മുഴുവൻ വീടുകളും കയറിയിറങ്ങി പ്രചാരണം നടത്തുന്ന ആം ആദ്മി പരമ്പരാഗത മുന്നണികൾക്കുണ്ടാക്കുന്ന തലവേദന ചില്ലറയല്ല. ഇവർ നേടുന്ന വോട്ടുകൾ മുന്നണികളുടെ വിജയപരാജയങ്ങളെ കാര്യമായി സ്വാധീനിക്കും. ചൂലിന്റെ സ്വാധീനത്തിൽ തൃശൂരിൽ ഇനി ആരാണ് ആപ്പിലാവുകയെന്ന് കാത്തിരുന്ന് കാണാം. ക്യാമറ പേഴ്സൺ സഞ്ജു പറ്റുമലിനൊപ്പം അഫ്താബ് റഹ്മാൻ, മീഡിയ 1.